ഗുണമേന്മ എന്ന് നമ്മൾ എന്നും കേൾക്കുന്ന ഒരു വാക്കാണ്. ഇവിടെ അതിന്റെ മുമ്പ് സമഗ്ര എന്ന കൂടി വിശേഷം കൂടി ചേർത്തിട്ട് തോന്നുന്നു അല്ലെ? അതിന്റെ തലക്കെട്ടില് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താ സെർച്ച് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല, പറഞ്ഞില്ല. എനിക്ക് മനസ്സിലായത് ഗുണമേന്മ വിദ്യാഭ്യാസം എന്നൊരു സാമ്പ്രദായിക വാക്കാണ്. പഠിക്കുന്ന കുട്ടിക്ക് എല്ലാ മേഖലയിലും അക്കാദമിക് എക്സലൻസ് ഉണ്ടാകണം. ഭാഷയാണെങ്കിൽ അക്ഷരം അറിയണം, കൂട്ടി വായിക്കാൻ അറിയണം, എഴുതാൻ അറിയണം, തെറ്റുകൂടാതെ എഴുതാൻ അറിയണം. ശാസ്ത്രമാണെങ്കിൽ കണക്കാണെങ്കിൽ ചെയ്യാൻ അറിയണം. അതിന്റെ എല്ലാ അക്കാദമിക് തലത്തിലും കുട്ടി ബ്രൈറ്റ് ആവണം, എക്സലന്റ് ആവണം എന്നുള്ളത് കൃത്യമായി മോണിറ്റർ ചെയ്യപ്പെടണം. അത് പരീക്ഷയ്ക്ക് അതിന്റെ പ്രതിഫലനം ഉണ്ടാകണം. അങ്ങനെ പലതും പൊതുവിൽ ഗുണമേന്മ എന്ന ആശയത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. അത് ശരിയാണ്. അതിനാണോ നാം പരിശ്രമിക്കേണ്ടത്? അതാണോ നമ്മുടെ പരമമായ ലക്ഷ്യം? ആകരുത് എന്നാണ് എൻ്റെ ഉത്തരം. അത് മാത്രം പോരാ എന്നാണ്. വിഷയം പഠിക്കാൻ ഏത് തരത്തിലെല്ലാം ഇടപെടാൻ പറ്റുമോ അതൊക്കെ ഇടപെടണം. തീർച്ചയായും പ്രാഥമികമായി അത് തന്നെയാണ് ലക്ഷ്യം. പക്ഷെ അത് മാത്രം പോരാ. ഗുണമേന്മ വിദ്യാഭ്യാസമാകണമെങ്കിൽ ആ വിദ്യാഭ്യാസത്തിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആശയലോകം ഗുണമേന്മയുള്ളതാവണം. അതല്ലെങ്കിൽ വളരെ സാങ്കേതികമായി ഗുണമേന്മ മാത്രമാവും. കുട്ടിക്ക് നല്ലോണം എഴുതാൻ അറിയാം, ഭാഷ പ്രയോഗിക്കാൻ അറിയാം, പലതരത്തിലും ശാസ്ത്ര അറിവുകൾ ഉപയോഗിക്കാൻ അറിയാം. പക്ഷേ ആ കുട്ടിയുടെ ആശയ ലോകം ഫാസിസ്റ്റ് ചിന്തകളാണുള്ളതാണ് എന്ന് കരുതുക എങ്കിൽ അതിനെ ഗുണമേന്മ വിദ്യാഭ്യാസം എന്ന് പറയാൻ കഴിയില്ല എന്നതാണ് ഞാൻ പറയുന്ന പ്രധാനപ്പെട്ട അഭിപ്രായമുള്ളത്. അതുകൊണ്ട് കുട്ടിയുടെ ഗുണമേന്മയും ആ കുട്ടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആശയ ലോകവും പരസ്പരം പൂരകമായി പാരസ്പര്യത്തോടു കൂടി നിന്ന് ഈ സമൂഹത്തിന് ഗുണകരമായ, ആ കുട്ടിക്കും ഗുണകരമായ ഒരു ആശയലോകം കെട്ടിപ്പടുക്കാൻ കഴിയുമ്പോഴാണ് ഗുണമേന്മ വിദ്യാഭ്യാസം എന്നത് സാർത്ഥകമാകുക എന്നുള്ളൊരു ആശയം ഞാൻ ചർച്ചയ്ക്ക് വയ്ക്കുകയാണ്. ആ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആശയലോകം സംവാദത്തിലൂടെ മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് വളരെ യാന്ത്രികമായി സാമ്പ്രദായികമായി ഒരു ഗുണമേന്മ അന്വേഷണം നടത്തിയാൽ ചില കുറവുകളൊക്കെ ചിലതിലുണ്ടാവാം. ആ കുറവുകൾ പരിഹരിക്കപ്പെട്ടാൽ സാമ്പ്രദായികമായ ഒരു ഗുണമേന്മ പരിശോധന നമ്മൾ നടത്തുമ്പോൾ ചിലപ്പോൾ ഗുണമേന്മ ഇല്ല എന്നുത്തരം കിട്ടിയേക്കാം, ഉണ്ട് എന്നുത്തരം കിട്ടിയേക്കാം. അത് സാമ്പ്രദായികമായ ഗുണമേന്മ പരിശോധന രീതിയുടെ ശാസ്ത്രീയത കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ ഗുണമേന്മ പരിശോധനയ്ക്ക് പുതിയ രീതിശാസ്ത്രം വേണം എന്ന് സെർച്ച് ആവശ്യപ്പെടണം, അല്ലെങ്കിൽ ഒരു ആശയമായിട്ട് മുന്നോട്ട് വരും. ഗുണമേന്മ എങ്ങനെ പരിശോധിക്കും? സാമ്പ്രദായികമായ രീതികൾ പോരാ, ആധുനികമായ വിദ്യാഭ്യാസത്തെ അളക്കാൻ സാമ്പ്രദായിക അളവുകോലുകൾ കൊണ്ട് ആധുനിക വിദ്യാഭ്യാസ സങ്കല്പങ്ങളെ അളക്കാൻ കഴിയില്ല. ഇപ്പോ ആധുനിക വിദ്യാഭ്യാസത്തെ പലരും അളക്കുന്നത് സാമ്പ്രദായിക അളവുകോലുകളൊന്നാണ്. അതുകൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ആധുനിക സങ്കേതങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ട് പലതരത്തിലുള്ള കുറവുകളും വിദ്യാഭ്യാസത്തിലുണ്ട്. കുറവുകളുണ്ടെങ്കിൽ കണ്ടെത്തണം, അത് വേറെ. പക്ഷെ പലപ്പോഴും ആരോപിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ കുറ്റങ്ങളും കുറവുകളും ഉണ്ടായതുകൊണ്ടല്ല എന്ന അഭിപ്രായക്കാരാണ് ഞാൻ. അതിന്റെ കാരണം അവർ അളക്കുന്നത് സാമ്പ്രദായിക അളവുകോലുകൾ കൊണ്ടാണ്. അതുകൊണ്ട് സാമ്പ്രദായികമായ അളവുകോലുകൾ മാറ്റണം എന്നൊരാശയം സെർച്ച് മുന്നോട്ട് വയ്ക്കണം. കാരണം ആധുനിക വിദ്യാഭ്യാസത്തെ അളക്കാൻ ആധുനിക അളവുകോലുകൾ തന്നെ വേണം. അപ്പൊ ആധുനിക അളവുകോലുകൾ എന്താ? അതൊന്നും ഇപ്പൊ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ട വരികയല്ല. ആ ചർച്ചയിലേക്ക് സെർച്ച് പോകണം. സാമ്പ്രദായികമായ ഒരു അന്വേഷണത്തിലേക്ക് സെർച്ച് പോകരുത്, ആധുനികമായ സങ്കല്പങ്ങളുടെ അന്വേഷണത്തിലേക്ക് പോകണം. അതുകൊണ്ട് സാമ്പ്രദായിക അളവുകോലുകളെ മനസ്സിലാക്കി അതിന്റെ പ്രതിലോമപരതയെ മനസ്സിലാക്കി
ആ അളവുകോലുകൾ കൊണ്ട് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ സങ്കേതങ്ങളെ അളക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി സാമ്പ്രദായികമായ അളവുകോലുകൾ കൊണ്ടുള്ള വിദ്യാഭ്യാസത്തെ അളക്കുന്ന രീതി ശാസ്ത്രത്തെ മാറ്റാൻ ശ്രമിക്കണം. അപ്പോൾ ആധുനിക വിദ്യാഭ്യാസം എന്താ മനസ്സിലാവുള്ളൂ? ആധുനിക വിദ്യാഭ്യാസത്തിൽ എന്തെല്ലാം ലക്ഷ്യങ്ങൾ നമ്മൾ ഇടുന്നുവോ അത് അളക്കാൻ പുതിയ പുതിയ അളവുകോലുകൾ വേണ്ടി വരും. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. കുട്ടിക്ക് വിവര ഇൻഫർമേഷൻ എന്ന് പറയുന്ന, അതായത് ജ്ഞാനത്തിന്റെ ആദ്യഘട്ടമായ ഇൻഫർമേഷൻ, അത് പണ്ട് അത് ലഭിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സേ ഫോർ എക്സാമ്പിൾ, ഞാൻ 5ാം ക്ലാസ്സിൽ ഞാൻ എത്തുന്നത് എൻ്റെ വീട്ടിൽ ഒരു പത്രം പോലും ഉണ്ടായിരുന്നില്ല. TV അന്ന് ഇല്ലേ ഇല്ല, റേഡിയോവും ഇല്ല. പിന്നെ എവിടെ നിന്ന് വിവരം കിട്ടുക? വിവരശേഖരണത്തിന് വഴി എന്താ? 2 കിലോമീറ്റർ അപ്പുറത്ത് പോയാൽ ഒരു വായനശാലയിൽ കോളംബി മൈക്ക് വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് വരുന്ന പല വാർത്തകളോ എന്തെങ്കിലും അത്തരത്തിലുള്ള വിവരങ്ങളോ ശേഖരിക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ അധ്യാപകൻ പറഞ്ഞു തരുന്നത് അതിൽ നിന്നും അച്ഛനമ്മയും പറയുന്നത്. വിവരശേഖരണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കാരണം, അന്നൊരു ടാസ്ക്കാണ് വിവരം ശേഖരിക്കുക. വിവരശേഖരണം ഒരു ടാസ്ക്കാണ്. ഇന്നല്ല, അന്ന്. എങ്ങനെ വിവരക്കാർക്ക് എവിടെ കിട്ടുക? അമേരിക്കയിൽ ഒരു ദിക്കിൽ നടക്കുന്നത് എന്താന്ന് എങ്ങനെ അറിയാം? പത്രം പോലും ഇല്ല. അപ്പോ പഴയ കാലത്ത് വിവരശേഖരണം ഒരു ടാസ്കായിരുന്നു. അന്ന് വിവരം ശേഖരിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആ ടാസ്ക് നമ്മൾ ഏറ്റെടുത്ത് അതിനെ അഡ്രസ് ചെയ്യുന്നുണ്ടോ കുട്ടി എങ്കിൽ ആ കുട്ടി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെ പറയാം. പലതരത്തിലും അറിവ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അറിവ് ശേഖരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാലത്ത്, വിവരശേഖരണത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കാലത്ത്, ആ വിവരശേഖരണത്തിന് കുട്ടി എത്ര താല്പര്യമെടുക്കുന്നു, കുട്ടി എത്ര കണ്ട് അതിൽ ഇൻവോൾവ് ആകുന്നു, ആ വിവരം പകർന്നു കൊടുക്കാൻ അച്ഛനമ്മമാർ എങ്ങനെ ശ്രമിക്കുന്നു, ഇതെല്ലാം വെച്ചുകൊണ്ട് വിവരശേഖരണത്തെയും വിവരത്തിന്റെ അവസ്ഥയെയും അളക്കുവാനുള്ള ഒരു രീതിശാസ്ത്രം പണ്ടുണ്ടായിരുന്നു. പണ്ടത്തെ മോണിറ്ററിംഗ് സിസ്റ്റം അതായിരുന്നു, പരീക്ഷകൾ അതായിരുന്നു, ഓർക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനയായിരുന്നു. നിങ്ങൾ വിവരം ശേഖരിച്ചിട്ടുണ്ടോ, ആ വിവരങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നുള്ള പരിശോധനകളുടെ മോണിറ്ററിംഗ് സിസ്റ്റംസ് ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നു. അതേ അളവുകൾ വെച്ച് ഇന്ന് ഒരു കുട്ടിക്ക് വിവരമുണ്ടോ എന്ന് അളന്നു നോക്കിയാൽ ശരിയോ തെറ്റോ, ശരിയാവോ തെറ്റാവോ, മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞു? എന്തെങ്കിലും ഒന്ന് മനസ്സിലാവുണ്ടോ? ഇന്ന് വിവരത്തിന്റെ പ്രളയാണ്. വിവരത്തിന്റെ പെരുമഴ പോരാ, പ്രളയം. ഏത് കുട്ടിക്ക് ഏത് സെക്കൻഡിലാണ് ഒരു വിവരം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത്? ഇന്ന് ഒരു കുട്ടി വിവരം ശേഖരിക്കുന്നത് എങ്ങനെയെന്നും എത്തരത്തിലെന്നും എന്തുപയോഗിക്കുന്നു എന്നുള്ള ആ പാരാമീറ്റർ അളക്കാൻ സാമ്പ്രദായിക അളവ് പോലും മതിയോ?